CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ VS സുനിൽകുമാർ ഇടതു സ്ഥാനാർത്ഥി. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ വാർത്താ സമ്മേളനത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തിപ്പിലശ്ശേരിയിൽ ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം 3 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആംബുലൻസ് ഡ്രൈവർമാരെ കുഴക്കി വ്യാജ അപകട വാർത്ത. കേച്ചേരിപ്പുഴയിലേക്ക് ബസ് വീണ് അപകടമുണ്ടായെന്ന വ്യാജ സന്ദേശത്തെ തുടർന്നാണ് പ്രദേശത്തേക്ക് കുതിച്ചെത്തിയ ആംബുലൻസ് പ്രവർത്തകർ വെട്ടിലായത്. കുന്നംകുളം നഗരസഭയിൽ സ്മാർട്ട് സേവനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി COA കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗം പരിശോധന കർശനമാക്കി കുന്നംകുളം പോലീസ്. മദ്യം കഴിച്ചതായി കണ്ടെത്തിയ ഡ്രൈവറെ പിടികൂടി. കൂനമുച്ചി സത്സംഗ് ഏർപ്പെടുത്തിയ ആർട്ടിസ്റ്റ് നമ്പൂതിരി ചിത്ര പ്രതിഭാ പുരസ്കാരം പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ചിത്രകാരനുമായ TT മുനേഷിന് ചൊവ്വാഴ്ച രാവിലെ 11-ന് തൈക്കാട് അപ്പുമാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സമഗ്ര ശിക്ഷ കേരള ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ദ്വിദിന ശില്പശാലയ്ക്ക് ഗുരുവായൂരിൽ തുടക്കമായി. സാഹിത്യ അഭിരുചിയുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ശില്പശാല എഴുത്തുകാരൻ ലത്തീഫ് മമ്യൂർ ഉദ്ഘാടനം ചെയ്തു. വേലൂരിലെ നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച. വടക്കാഞ്ചേരി, കുന്നംകുളം, മണലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ നവീകരണം പൂർത്തീകരിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് വടക്കേക്കാട് സോൺ കമ്മിറ്റി വാർഷിക കൌൺസിൽ സമസ്ത മുഷാവർ അംഗം IMK ഫൈസി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ സിറ്റി പദ്ധതി നടപ്പാക്കാൻ ചൂണ്ടൽ പഞ്ചായത്ത്. പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ലൈസൻസ്, മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരി സംഘടനാ ഭാരവാഹികളുടെ യോഗം സംഘടിപ്പിച്ചു. പച്ചക്കറി ഉൽപാദനത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ വലിയ മുന്നേറ്റമാണ് കേരളം കൈവരിച്ചിട്ടുള്ളതെന്ന് മുരളി പെരുന്നെല്ലി MLA. വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്കിന്റെ ഉദ്ഘാടനം കേച്ചേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പുന്നൂർക്കുളം, ആൽത്തറ, കുന്നത്തൂർ, മണ്ണാത്തി തെരുവിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ വടുതല വട്ടമ്പാടം അഷ്കർ, യാത്രക്കാരായ കരിങ്കല്ലത്താണി സ്വദേശികളായ താണിശ്ശേരി ബിന്ദു, അനുഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. MP എന്ന നിലയിൽ TN പ്രതാപൻ പൂർണ്ണ പരാജയം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യമുയർത്തി LDF പുന്നൂർക്കുളം പഞ്ചായത്ത് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് സെന്ററിൽ ജനകീയ കുറ്റവിചാരണ സദസ്സ് നടത്തി. എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ടിന് കീഴിൽ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സാമൂഹ്യവിരുദ്ധർ തകരാറിലാക്കിയ കടങ്ങോട് പഞ്ചായത്ത് വാട്ടർ ATM പ്രവർത്തന സജ്ജമാക്കി. പഞ്ചായത്തിലെ മരത്തങ്കോട് സ്കൂളിന് സമീപം സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ച കുടിവെള്ള ATM ഒരാഴ്ച മുൻപാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ മാരിയമ്മൻ കോവിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിലെ ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകോവിൽ പുനരുദ്ധാരണ സമർപ്പണവും ദ്രവ്യകലശവും ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. KSFE കുന്നംകുളം ശാഖയുടെ നവീകരിച്ച ഓഫീസ് കാക്കശ്ശേരി സൂക്കിലെ 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആളൂർ പുറവക്കോട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.